പുതുക്കാട് നവജാത ശിശുക്കളെ അവിവാഹിതരായ മാതാപിതാക്കൾ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. വിവാഹേതര ബന്ധത്തിലുണ്ടായ 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും പറഞ്ഞ് പൊതിക്കെട്ടുമായി തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവി എന്ന യുവാവ് എത്തിയത് ഇന്നലെ രാത്രി. ഉപകരണക്ഷാമം കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പ്രതിസന്ധിയുണ്ടെന്നും രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നില്ലെന്നും തുറന്നടിച്ച ഡോക്ടർ ഹാരിസിനെ തള്ളാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ സത്യസന്ധനാണെന്നും പറഞ്ഞതെല്ലാം അന്വേഷിക്കുമെന്നും ഡോക്ടർ പറഞ്ഞത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധിയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരോ ആണ് ഭരിക്കുന്നതെന്നും വാർത്ത വിവാദമായപ്പോഴാണ് മന്ത്രി വീണ ജോർജ് അറിഞ്ഞതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞതെന്നും വി.ഡി. സതീശൻ. വിദ്യാലയങ്ങളിൽ ആരംഭിച്ച സൂംബ പരിശീലനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂംബ അസോസിയേഷന്റെ പ്രതിഷേധ സൂംബ. രാവിലെ ആരംഭിച്ച പ്രതിഷേധ സൂംബയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടിയും പങ്കെടുത്തു. ഒരു ഫിറ്റ്നസ് കാർഡിയോ വർക്കൌട്ടായി കാണേണ്ട പദ്ധതിയെ വസ്ത്രധാരണത്തിന്റെയും DJ പരിപാടിയെന്ന് ആക്ഷേപിച്ചും മാറ്റി നിർത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സൂംബ അസോസിയേഷന്റെ സൂംബ ഫ്ലാഷ് മോബ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇന്ന് ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ചു. ബംഗാൾ സ്വദേശി എലാജറാണ് മരിച്ചത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 2 പേരെ രക്ഷപ്പെടുത്തി. ബംഗാൾ സ്വദേശികളായ അലക്സിസ്, ആദിഷ് എന്നിവരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്ക് സൗജന്യമായി OP ടിക്കറ്റ് നൽകുന്നത് നിർത്തിവെച്ചു. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ളവർ 5 രൂപ നൽകി വേണം OP ടിക്കറ്റ് എടുക്കാൻ. ആരോഗ്യ കിരണം പദ്ധതി മുടങ്ങിയതോടെയാണ് കുട്ടികൾക്കും OP ടിക്കറ്റിന് കാശ് വാങ്ങി തുടങ്ങിയത്. പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 മരണം, 50ഓളം പേർക്ക് പരിക്കേറ്റു. വിഗ്രഹങ്ങളുമായി എത്തിയ രഥങ്ങൾ ശ്രീ ഗുംഠിത ക്ഷേത്രത്തിന് സമീപത്തെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. തിക്കും തിരക്കും നിയന്ത്രിക്കുന്നതിൽ അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്ന് തീർത്ഥാടകർ ആരോപിച്ചു. മധ്യ പാകിസ്ഥാനിൽ 5.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി ജർമ്മൻ സെന്റർ ഫോർ ജിയോളജിസ്റ്റ് വ്യക്തമാക്കി. മുൾട്ടാൻ നഗരത്തിൽ നിന്ന് 149 കിലോമീറ്റർ പടിഞ്ഞാറായാണ് ഭൂചലനം ഉണ്ടായത്. രാവിലെ 3:45 ഭൂചലനം. 10 കിലോമീറ്റർ ചുറ്റളവിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നതായി വ്യോമസേന സഹമന്ത്രി മുരളീധർ മോഹോൾ. എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്നും അപകടത്തിന്റെ കാരണം കണ്ടെത്താനായി 2 ബ്ലാക്ക് ബോക്സുകളടക്കം പരിശോധിച്ചു വരികയാണെന്നും സഹമന്ത്രി പറഞ്ഞു.